ഹലോ, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ബികോമിലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ബേസിക് ന്യൂമറിക്കൽ സ്കിൽസ് എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളായ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. അതിൽ ഞാൻ ഇന്ന് എടുക്കുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ആവറേജസ് ആണ്. ആവറേജസ് എന്ന് പറഞ്ഞാൽ ശരാശരി. അപ്പോൾ ഈ ആവറേജസ് ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ആവറേജസ് നമുക്ക് നോക്കാം. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ജിയോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. ഈ 5 ടൈപ്സ് ആണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ, ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള മൊഡ്യൂളിൽ നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ ഈസ് എ പോപ്പുലർ ആൻഡ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ്. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ഓൾ ദി ഐറ്റംസ് ടുഗദർ ആൻഡ് ഡിവൈഡിങ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. അതായത് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസൊക്കെ ആഡ് ചെയ്യുക, അതിനെ എത്ര ടോട്ടൽ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുക. ഈ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിലുണ്ട്, ഡിസ്ക്രീറ്റ് സീരീസിലുണ്ട്, കണ്ടിന്യൂസ് സീരീസിലുണ്ട്. ഈ ഒരു 3 ഒബ്സർവേഷനും നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇൻഡിവിജ്വൽ സീരീസ്, ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ, ദെൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. അപ്പം നമുക്ക് നോക്കാം ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷനിൽ, ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ എങ്ങനെയാണ് ഈ അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുക എക്സ് ബാർ എന്നാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാണ് അരിത്തമെറ്റിക് മീനിനെ ഡിനോട്ട് ചെയ്യുക. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദി വാല്യൂ, നമുക്ക് തന്നിട്ടുള്ള എല്ലാ വാല്യൂസിൻ്റെയും ടോട്ടലിനെയാണ് എക്സ്, അതായത് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അതായത് എത്ര നമ്പേഴ്സാണ് ഇൻഡിവിജ്വൽ സീരീസിലാണ് എത്ര നമ്പേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്, അതിൻ്റെ എണ്ണമാണ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ എക്സ് ബാർ അഥവാ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. നമുക്കൊരു പ്രോബ്ലം ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ അരിത്തമെറ്റിക് മീൻ കാണാനുള്ളതെന്ന് വെച്ചാൽ ഫൈൻഡ് അരിത്തമെറ്റിക് മീൻ ഓഫ് നമുക്ക് ഇവിടെ ഒരു ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. ഇത് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആണ്, സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഐറ്റം തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ നമ്മൾ കണ്ടുപിടിക്കുക വെച്ചാൽ ഇക്വേഷൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇനി സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഈ വാല്യൂസ് തന്നെയാണ് എക്സ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ടോട്ടലിനെയാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. അതായത് 5 + 3 + 2 + 4 + 1 എത്ര കിട്ടും? നമുക്ക് 15 കിട്ടും. ഓക്കെ, 15 ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. 1 2 3 4 5. നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 15 ബൈ 5 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ മീൻ കണ്ടുപിടിക്കാൻ ഈസിയാണ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് സം ഓഫ് ദി വാല്യൂ ആണ്, നമുക്ക് തന്നിട്ടുള്ള എക്സ് വാല്യൂസിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇനി അരിത്തമെറ്റിക് മീനിൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിൽ 3 മെത്തേഡ്സിൽ നമുക്ക് ഇത് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാം. ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ് ആൻഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഇത് വെച്ചാൽ ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസ് സീരീസിലും ഈ ഇക്വേഷൻസ് സെയിം ആണ്. അപ്പോൾ തമ്മിൽ മെയിനായിട്ട് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് എക്സ് വാല്യൂ എന്ന് പറയുന്നത് ക്ലാസ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെ ക്ലാസ്സുകളായിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പം നമ്മൾ കണ്ടിന്യൂസ് സീരീസ് കിട്ടുന്ന സമയത്ത് ആദ്യം നമ്മൾ അതിൻ്റെ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കണം. ഈ മിഡ് വാല്യൂസ് ആയിരിക്കും നമ്മൾ എക്സ് ആയിട്ടോ അല്ലെങ്കിൽ എം ആയിട്ട് എടുക്കുന്നത്. ഈ മിഡ് വാല്യൂ കണ്ടുപിടിച്ച ശേഷമാണ് ഈ ഒരു ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് ഡയറക്റ്റ് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നീട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ
നമുക്ക് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിൽ 3 മെത്തേഡിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ദെൻ ഷോർട്ട് കട്ട് മെത്തേഡ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ. ദെൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സി. ഇത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പ്രോബ്ലം ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മാർക്സ് വന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്സിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസിൽ എപ്പോഴും ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം എക്സ് ബാർ കാണേണ്ടത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് എക്സ് ഉണ്ട്, എഫ് ഉണ്ട്. നമ്മളോട് കാണാൻ പറ്റുന്നത് സിഗ്മ എഫ് എക്സ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എഫ് ഇൻറ്റു എക്സിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് എഫ് എക്സ് കാണാം, എഫ് എക്സ് കണ്ടിട്ട് അതിൻ്റെ ടോട്ടൽ കാണാം, അതിനെയാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് ഉണ്ട്, എഫ് ഉണ്ട്, ദെൻ എഫ് എക്സ് കാണാം. 20 × 8 160, ദെൻ 30 × 12 360, 40 × 20 800, 50 × 10 500, 60 × 6 360, 70 × 4 8. ഇതാണ് എഫ് എക്സ് കിട്ടുന്നത് നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് എക്സിൻ്റെ ടോട്ടലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ടോട്ടൽ കണ്ടുപിടിക്കുക. 160 പ്ലസ് 360 പ്ലസ് 800 പ്ലസ് 500 പ്ലസ് 360 പ്ലസ് 280. നമുക്ക് കിട്ടുന്നത് 2460 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 2460 ആണ്. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ല, ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ആണ് എൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഫ്രീക്വൻസി കോളത്തിൻ്റെ ടോട്ടലിനെയാണ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഫ്രീക്വൻസി കോളം നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 60 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2460 ഡിവൈഡ് ബൈ 60 ഇസ് ഈക്വൽ ടു 2460 ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് 41 കിട്ടും. ഇതായിരിക്കും നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരമുള്ള അരിത്തമെറ്റിക് മീൻ. ഇവിടെ ഇക്വേഷൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഒന്നും ചെയ്യാനുള്ള നമുക്ക് എക്സും എഫും തന്നിട്ടുണ്ടാവും. എഫ് എക്സ് കാണാം, എഫ് എക്സിൻ്റെ ടോട്ടൽ കാണാം, അതാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലും കൂടി ചെയ്തു നോക്കാം. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. നമ്മളിവിടെ ഇക്വേഷനിൽ പറഞ്ഞത് എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ എന്നാണ്. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ. ദെൻ എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീനാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഈ ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എക്സ് വാല്യൂവിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നു. നമ്മുടെ എക്സ് വാല്യൂവിൽ ഏതെങ്കിലും ഒരു വാല്യൂ, അതായത് കൂടുതൽ സെൻട്രലോട്ട് ഉള്ള വാല്യൂസാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂംഡ് മീനായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 50 ആണ് അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നത് വിചാരിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഡി എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഓരോ എക്സ് വാല്യൂവിൽ നിന്നും ഈ അസ്യൂംഡ് മീൻ കുറക്കുക. അതായത് ഓരോ എക്സ് വാല്യൂവിൽ നിന്നും അസ്യൂംഡ് മീൻ കുറക്കുക. അത് കുറക്കുമ്പോൾ കിട്ടുന്നതാണ് ഡി എന്ന് പറയുന്ന വാല്യൂ. അതായത് ഇവിടെ എല്ലാ എക്സ് വാല്യൂസിൽ നിന്നും 50 മൈനസ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടി പറയാം. അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ, അതായത് എക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ
ഓരോ എക്സ് വാല്യൂവിൽ നിന്ന് ഈ അസ്യൂംഡ് മീൻ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡി കിട്ടും. അപ്പോൾ നമുക്ക് ഡി ചെയ്ത് നോക്കാം. അതായത് 20 മൈനസ് 50 മൈനസ് 30, ദെൻ 30 മൈനസ് 50 മൈനസ് 20, 40 മൈനസ് 50 മൈനസ് 10, 50 മൈനസ് 50 0, 60 മൈനസ് 50 10, 70 മൈനസ് 50 20. അപ്പം നമുക്ക് ഡി കിട്ടി. ഇനി ചെയ്യേണ്ടത് എഫ് ഡി, അതായത് സിഗ്മ എഫ് ഡി ആണ് പറയുന്നത്. അപ്പോൾ എഫ് ഇൻറ്റു ഡി ചെയ്തതിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എഫ് ഇൻറ്റു ഡി, എഫ് ഡി കണ്ടുപിടിക്കും. ഓക്കെ, എഫ് ഇൻറ്റു ഡി 8 ഇൻറ്റു മൈനസ് 30 മൈനസ് 240, 12 ഇൻറ്റു മൈനസ് 20 മൈനസ് 240, 20 ഇൻറ്റു മൈനസ് 10 മൈനസ് 200, 10 ഇൻറ്റു 0 0, 6 ഇൻറ്റു 10 60, 4 ഇൻറ്റു 20 80. ഓക്കെ, നമുക്ക് എഫ് ഡി കിട്ടി. ഇനി എന്താ വെച്ചാൽ എഫ് ഡിയുടെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഡിയുടെ ടോട്ടൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എന്ന് വെച്ചാൽ മൈനസും പ്ലസും വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ എന്താ വെച്ചാൽ ആദ്യം ഈ രണ്ട് പ്ലസും തമ്മിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ആ ആൻസറിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ, അതായത് മൈനസ് 240 മൈനസ് 240 മൈനസ് 200 മൈനസ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കതിൻ്റെ ആൻസർ കിട്ടും. നമുക്കിതൊന്ന് ജസ്റ്റ് ചെയ്തു നോക്കാം. അതായത് 80 പ്ലസ് 60 കിട്ടുന്നത് 140 ആണ്. 140യിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ട കാര്യം ഒന്ന് 240, ദെൻ 240, ദെൻ 200. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 540 ആണ്. ഓക്കെ, മൈനസ് 540 നമുക്ക് ആൻസർ കിട്ടും. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ ആണ്. അസ്യൂംഡ് മീൻ നമ്മൾ 50 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ 50 പ്ലസ് സിഗ്മ എഫ് ഡി എന്ന് പറയുന്നത് മൈനസ് 540 ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് എൻ എന്ന് പറയാം. കണ്ടിന്യൂസ് സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് എൻ എന്ന് പറയാം. അപ്പോൾ എൻ എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, അപ്പോൾ ഇസ് ഈക്വൽ ടു 50 പ്ലസ് മൈനസ് 540 ഡിവൈഡ് ബൈ 60 എന്ന് പറയുന്നത് മൈനസ് 9 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇസ് ഈക്വൽ ടു 50 മൈനസ് 9 ഇസ് ഈക്വൽ ടു 41. നമുക്ക് നേരത്തെ ഡയറക്റ്റ് മെത്തേഡിൽ കിട്ടിയ സെയിം ആൻസർ തന്നെ കിട്ടണം. സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ആൻസർ തന്നെ കിട്ടണം. അപ്പോൾ നമുക്ക് അതേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. 41 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഈ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സി. ഓക്കെ, ഇവിടെ സി എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടറാണ്. പിന്നെ നമ്മൾ ഡി ഓൾറെഡി നമ്മൾ കാണാൻ പഠിച്ചു. ഡി ഡാഷ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് എക്സും എഫും തന്നിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ഡി കണ്ടുപിടിക്കുക. ഡി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് അസ്യൂംഡ് മീൻ ആണ്, എക്സ് മൈനസ് എ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിഗർ, നേരത്തെ ഫിഗർ തന്നെ നമുക്ക് അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. 50 ആണ് അസ്യൂംഡ് മീൻ ആയിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഓരോ എക്സ് വാല്യൂവിൽ നിന്നും അസ്യൂംഡ് മീൻ കുറക്കുക. അപ്പോൾ 20 മൈനസ് 50 മൈനസ് 30, 30 മൈനസ് 50 മൈനസ് 20, 40 മൈനസ് 50 മൈനസ് 10, 50 മൈനസ് 50 0, 60 മൈനസ് 50 10, 70 മൈനസ് 50 20. നമുക്ക് ഡി കിട്ടും. ഇനി ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇക്വേഷനിലുള്ളത് ഡി ഡാഷ് ആണ്. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി ഡിവൈഡഡ് ബൈ സി. സി എന്ന് പറഞ്ഞത് ഒരു കോമൺ ഫാക്ടറാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ നമുക്ക് എടുക്കാം, സി ആയിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് 10 ആണ്. ഇതിന് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ഫാക്ടറാണ് ഞാൻ എടുക്കുന്നത്. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി ഡിവൈഡഡ് ബൈ കോമൺ ഫാക്ടറാണ്. അപ്പോൾ ഞാൻ 10 ആണ് ഇവിടെ കോമൺ ഫാക്ടറായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മൈനസ് 30 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് മൈനസ് 3, മൈനസ് 20 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് മൈനസ് 2, മൈനസ് 10 ഡിവൈഡ് ബൈ 10 മൈനസ് 1, 0 കേസിൽ 0 തന്നെ വരും. 10 മൈനസ് 10 10 ഡിവൈഡ് ബൈ 10 1, 20 ഡിവൈഡ് ബൈ 10 2. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ കാണാൻ പറയുന്നത് എഫ് ഡി ഡാഷിൻ്റെ ടോട്ടലാണ്. സിഗ്മ എഫ് ഡി ഡാഷ് ആണ്. അതായത് എഫ് ഇൻറ്റു ഡി ഡാഷ് അതിൻ്റെ ടോട്ടൽ. അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഇൻറ്റു ഡി ഡാഷ് കണ്ടുപിടിക്കും. എഫ് ഡി ഡാഷ് അപ്പോൾ 8 ഇൻറ്റു മൈനസ് 3 മൈനസ് 24, 12 ഇൻറ്റു മൈനസ് 2 മൈനസ് 24, 20 ഇൻറ്റു മൈനസ് 1 മൈനസ് 20,
10 into 0 0, 6 into 1 6, 4 into 2 8. അപ്പോൾ ഇത് നമുക്ക് കിട്ടുക. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കുക. മൈനസും പ്ലസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ 2 പ്ലസും ആഡ് ചെയ്ത ശേഷം അതിൽ നിന്ന് ഈ ഒരു 3 ഫിഗേഴ്സ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -54 കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ 50 ആണ്. ഓക്കെ, 50 പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ്. എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത് സിഗ്മ എഫ് ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എഫ് ഡി ഡാഷിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് -54 ആണ്. ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ടോട്ടൽ തന്നെയാണ്, നമുക്ക് 60 ആണ്, നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. 60 ഇൻറ്റു സി എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ഫാക്ടർ നമ്മൾ എത്രയാണ് എടുത്തത്, അതാണ് സി വരുന്നത്. ഓക്കെ, ദെൻ 50 പ്ലസ് -59 ഡിവൈഡഡ് ബൈ 60 ചെയ്ത് നോക്കാം. -59 ഡിവൈഡഡ് ബൈ 60 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് -0.9 ആണ്. 9 ഇൻറ്റു 10 ചെയ്യുക. ഇതാദ്യം ചെയ്ത ശേഷമാണ് ഇതിനോട് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം. അപ്പോൾ 50 പ്ലസ് -0.9 ഇൻറ്റു 10 എന്ന് പറയുന്നത് -9 കിട്ടും. ഓക്കെ, അപ്പോൾ ദെൻ 50 - 9 = 41. നമുക്ക് നേരത്തെ 2 മെത്തേഡിലും ചെയ്ത അതേ ആൻസർ തന്നെ ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലും നമുക്ക് കിട്ടും. 41 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് സീരീസ് ആണ്. ഈ ഞാൻ പറഞ്ഞു ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും സെയിം ഇക്വേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്, സെയിം രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് എപ്പോഴും ക്ലാസ്സുകളായിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം അതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. ആ മിഡ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം സാധാരണ ഡിസ്ക്രീറ്റിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. അതായത് ക്ലാസ്സുകളായിട്ട് തന്ന സമയത്ത് നമ്മളതിൻ്റെ മിഡ് വാല്യൂസ്, ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കുക. മിഡ് വാല്യൂസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ ഈ ഒരു കേസിൽ നോക്കാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. 10 to 20 എന്നുള്ളതിൻ്റെ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 പ്ലസ് ലോവർ ലിമിറ്റ് 10 ആണ് ഡിവൈഡഡ് ബൈ 2. എങ്ങനെയും ചെയ്യാം, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇതിൻ്റെ രണ്ടിൻ്റെ മിഡ് വാല്യൂ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന എക്സാക്ട് മിഡിൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമുക്ക് കിട്ടുന്ന എക്സ് എന്ന് പറഞ്ഞത്. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഡിസ്ക്രീറ്റിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് നോക്കാം. ബാക്കി സ്റ്റെപ്പ് ഡീവിയേഷനും ഷോർട്ട് കട്ട് മെത്തേഡിലും നേരത്തെ ചെയ്ത അതേ രീതിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു എക്സ് വാല്യൂ കണ്ടുപിടിക്കുന്നത് മാത്രമാണ് അതിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ നോക്കാം, നമുക്കിവിടെ മാർക്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എഫ് ആയിട്ട് എടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് നോക്കാം 0 to 10ൻ്റെത്. അപ്പോൾ വെച്ചാൽ 0 + 10 ഡിവൈഡഡ് ബൈ 2 വരുന്നത് 5 ആണ്. ഇങ്ങനെയാണ് മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ വരുമ്പോൾ 10 + 20 ഡിവൈഡഡ് ബൈ 2, അതായത് 30 ഡിവൈഡ് ബൈ 2 50. ഇങ്ങനെയാണ് മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടുക ഫസ്റ്റ് ഇത് 5 ആണ് മിഡ് വാല്യൂ. ദെൻ 10 to 20 വരുന്നത് 15 ആയിരിക്കും. 20 to 30 25, 30 to 40 35, 40 to 50 45, 50 to 60 55. ഇങ്ങനെയായിരിക്കും നമുക്ക് എക്സ് വാല്യൂ കിട്ടുന്നത്. ഇനി സാധാരണ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പോൾ നമുക്ക് എഫ് ഉണ്ട്, എക്സ് കിട്ടി. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ എഫ് എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് കാണിച്ചിട്ട് 5 × 5 25, ദെൻ 10 × 50 150, 25 × 25 625, 30 × 35 1050, then 20 × 45 9000. Okay, 10 × 55 550. എന്താ വെച്ചാൽ എഫ് എക്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. സിഗ്മ എഫ് എക്സ് ആണ് എഫ് എക്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 900 + 550 + 1050 + 625 + 150 + 25 നമുക്ക് കിട്ടുന്നത്
3300 കിട്ടും. ഓക്കെ, 3300 കിട്ടി. ഇനി n എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് n എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കണ്ടുപിടിക്കാം. 5 + 10 + 25 + 30 + 20 + 10 100 ആണ് ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 3300 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 33. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ. കണ്ടിന്യൂസ് സീരീസിലെ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരമുള്ള അരിത്തമെറ്റിക് മീൻ. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഷോർട്ട് കട്ട് മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷനും അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു 33 തന്നെ ആൻസർ കിട്ടും. ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്ലാസ് ആയിട്ടായിരിക്കും കണ്ടിന്യൂസ് സീരീസിൽ എപ്പോഴും നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ തന്നിട്ടുണ്ടാവുക. അതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക, അത് മാത്രമാണ് കണ്ടിന്യൂസും ഡിസ്ക്രീറ്റ് സീരീസും തമ്മിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്, അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ നോക്കുക. The mean mark of 100 students were found to be 40. Later on, it was discovered that a mark of 53 was misread as 83. Find correct mean. അതായത് 100 സ്റ്റുഡൻസിൻ്റെ മീൻ എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, പിന്നീടാണ് മനസ്സിലാക്കിയത് 53 എന്നുള്ളത് നമ്മൾ വായിച്ചിരുന്നത് 83 ആയിരുന്നു. അപ്പോൾ നമ്മളോട് കറക്റ്റ് മീൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ രീതിയിൽ നമ്മൾ മീൻ കണ്ടുപിടിക്കുക എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് എക്സ് ബാർ 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എൻ 100 സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്, എൻ എന്ന് പറയുന്നത് 100 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ 40 ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ എക്സ്, അതായത് എക്സിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു ഇത് വരും 40 × 100. ഓക്കെ, അപ്പോൾ സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 4000 എന്ന് നമുക്ക് കിട്ടും. ഈ ഒരു സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. കാരണം നമ്മൾ 53 എന്നുള്ളത് 83 എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പം നമുക്ക് കറക്റ്റ് മീൻ കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് മീൻ ഈസ് ഈക്വൽ ടു കറക്റ്റ് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻകറക്റ്റ് സിഗ്മ എക്സ് മൈനസ് റോങ് ഐറ്റം പ്ലസ് കറക്റ്റ് ഐറ്റം. നമ്മുടെ ഇൻകറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 4000 ആണ്. 4000 മൈനസ് റോങ് ഐറ്റം എന്ന് പറയുന്നത് 83 ആണ്. ഓക്കെ, 83 പ്ലസ് കറക്റ്റ് ഐറ്റം 53 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക ഏതാ നമുക്ക് കിട്ടുക 3970 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 3970 ആണ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് എക്സ് ബാർ അല്ലെങ്കിൽ കറക്റ്റ് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 3970 ആണെന്ന് നമുക്ക് കിട്ടി. ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് 100 ആണ്. അപ്പം നമുക്ക് കിട്ടുക 39.7. ഇതാണ് കറക്റ്റ് എക്സ് ബാർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിന് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, മീൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് മീഡിയൻ ആണ്. മീഡിയനും മോഡും എന്ന് പറയുന്നത് പൊസിഷണൽ ആവറേജസ് ആണ്. അതായത് അതിൻ്റെ പൊസിഷൻ്റെ ബേസിലായിരിക്കും നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഐറ്റത്തിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുക, അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷനുള്ള ഐറ്റത്തിനെയാണ് മീഡിയൻ എന്ന് പറയുക. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ സീരീസിലേക്ക് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റേനെ ആദ്യം അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് n+1/2 ഐറ്റം ആണ്. ദെൻ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ n/2 ഐറ്റം ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ സൈസ് ഓഫ് n+1/2 ഐറ്റം. ഓക്കെ, കണ്ടിന്യൂസ് സീരീസ് വരുന്ന സമയത്ത്
n/2th ഐറ്റം വരും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 4, 45, 60, 20, 83, 19, 26, 11, 27, 12, 52 ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. ഇതിനെന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്നത് 4, 11, 12, 19, 20, 26, 27, 52, 52ന് മുമ്പേ 45 വരുന്നുണ്ട്. ഓക്കെ, 45, 52, 60, 83. ഓക്കെ, 11 ഐറ്റമാണുള്ളത്. അപ്പോൾ നോക്കാം, ഇൻഡിവിജ്വൽ സീരീസിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഇവിടെ 11 ഐറ്റമാണുള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സൈസ് ഓഫ് n+1/2th ഐറ്റം. ഓക്കെ, സൈസ് ഓഫ് n എന്ന് പറയുന്നത് 11 ആണ്. 11+1/2th ഐറ്റം, അതായത് സൈസ് ഓഫ് 12/2th ഐറ്റം, അതായത് 6th ഐറ്റമാണ്. 6th ഐറ്റമാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, 6th ഐറ്റം നോക്കാം. 1, 2, 3, 4, 5, 6th ഐറ്റമാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് മീഡിയൻ ഇസ് ഈക്വൽ ടു 26. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കുക. പക്ഷെ എല്ലാ കേസിലും നമുക്ക് ഇതുപോലെ ഒരു കംപ്ലീറ്റഡ് ഫിഗർ നമുക്ക് കിട്ടണം എന്നില്ല. അതായത് ചിലപ്പോൾ ചില കേസിൽ ഇവിടെ വെച്ചാൽ 11 ഐറ്റമാണുള്ളത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തൊരു കംപ്ലീറ്റഡ് ഫിഗർ നമുക്ക് കിട്ടുന്നുണ്ട്. ചില കേസിൽ ഇങ്ങനെ കിട്ടണമെന്നില്ല. അപ്പം ആ ഒരു കേസും കൂടി നമ്മൾ നോക്കാൻ പോവാണ്. നോക്കുക, 35, 23, 45, 50, 80, 61, 92, 40, 52, 61. ഇതിനാദ്യം നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, 23 ഫസ്റ്റ്, ദെൻ 35, ദെൻ 40, 45, 50, 52, 52 കഴിഞ്ഞാൽ 61, 61 ഉണ്ട്. 61, 80, 92. ഓക്കെ, 10 ഐറ്റം ആണുള്ളത്. ഇനി നമുക്ക് മീഡിയം കണ്ടുപിടിക്കാം. അപ്പോൾ സൈസ് ഓഫ് n+1/2th ഐറ്റം, സൈസ് ഓഫ് n+1/2th ഐറ്റം. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് n എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10+1/2th ഐറ്റം. ഓക്കെ, ഇത് നമുക്ക് കിട്ടുക സൈസ് ഓഫ് 11/2 ആണ്. 11/2th ഐറ്റം, അതായത് 5.5 അല്ലെങ്കിൽ 5.5th ഐറ്റം ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യുന്നത് 5.5 എന്ന് പറയുമ്പോൾ 5, അതായത് 5th ഐറ്റവും 6th ഐറ്റവും എടുക്കുക. അപ്പോൾ 5th ഐറ്റം എന്ന് പറയുന്നത് 50 ആണ്. 6th ഐറ്റം എന്ന് പറയുന്നത് 52 ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആവറേജ് കാണാം. ഓക്കെ, ഇതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ അതായത് 50 + 52 ഡിവൈഡഡ് ബൈ 2, നമ്മുടെ മീൻ കാണാം. 50 + 52 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 51. ഇതാണ് നമ്മുടെ മീഡിയൻ. ഈ ഒരു കേസിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 5.5 എന്ന് പറയുമ്പോൾ 5th ഐറ്റവും 6th ഐറ്റവും എടുക്കുക. ദെൻ ഇപ്പോൾ 4.5 ആണെങ്കിൽ 4th ഐറ്റവും 5th ഐറ്റവും എടുക്കുക. ദെൻ
6.5 ആണെങ്കിൽ 6th ഐറ്റും 7th ഐറ്റും എടുക്കുക. അത് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് വരുന്ന സമയത്ത് മീഡിയൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന ഇതേ ഇക്വേഷൻ തന്നെയാണ് സൈസ് ഓഫ് n+1/2th ഐറ്റം തന്നെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലും ചെയ്യുന്നത്. പക്ഷേ ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും മീഡിയൻ കാണുന്ന സമയത്ത് നമുക്ക് തന്ന ഡാറ്റയുടെ കൂടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് CF കണ്ടുപിടിക്കേണ്ടി വരും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കാം, നമുക്ക് സൈസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. സൈസ് 5, 8, 10, 15, 20, 25 തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി 3, 12, 8, 11, 5, 4 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം CF അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് ഇത് എത്ര തവണ ആവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ വരുന്നത്. CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, ഫ്രീക്വൻസി ആഡ് ചെയ്ത് പോകുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഐറ്റം അതേപോലെ തന്നെ എഴുതുക 3. ദെൻ 3നോട് 12 ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഐറ്റം എഴുതുക 15. 15നോട് 8 ആഡ് ചെയ്യുക. അപ്പം നമുക്ക് 23 കിട്ടും. 23യോട് 7 ആഡ് ചെയ്യുക 30. 30യോട് 5 ആഡ് ചെയ്യുക 35. 35നോട് 4 ആഡ് ചെയ്യുക 39. ഇതായിരിക്കും നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ടെൻസ് ടോട്ടൽ കണ്ടുപിടിക്കുക. 39 തന്നെയായിരിക്കും ഇതിൻ്റെ ടോട്ടൽ. ഓക്കെ, ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടുക നമുക്ക്. ഇനി നമ്മൾ ഇക്വേഷനിലോട്ട് പോവാണ്. ഇക്വേഷൻ എന്നാണ് സൈസ് ഓഫ് n+1/2th ഐറ്റം. ഓക്കെ, ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. എപ്പോഴും ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആയിരിക്കും നമ്മുടെ n എന്ന് പറയുന്നത്. n മീൻസ് ടോട്ടൽ ഓഫ് ഫ്രീക്വൻസിയാണ്. ടോട്ടൽ ഫ്രീക്വൻസിനെയാണ് നമ്മൾ n ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വരിക സൈസ് ഓഫ് n എന്ന് പറയുന്നത് 39 ആണ്. 39+1/2th ഐറ്റം. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് 40/2th ഐറ്റം, അതായത് 20th ഐറ്റം ആണ് വരിക. ഓക്കെ, ഈ 20th ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടത്, ഈ 20 എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. ഈ 20 എന്നുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതിനാണോ ഈക്വൽ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിന് ശേഷം, അതായത് ഇപ്പോൾ 20 കഴിഞ്ഞ ശേഷം വരുന്നത് ഇവിടെ 23 ആണ് വരുന്നത്. 15ൽ എന്തായാലും 20 വരില്ല. 15 കഴിഞ്ഞ ശേഷം, അതായത് 23ൻ്റെ ഉള്ളിലാണ് 20 വരിക. 15 മുതൽ 23 വരെ ഉള്ളത്. അപ്പോൾ 23ൻ്റെ ഉള്ളിലാണ് 20 വരിക. അതായത് ഒന്നുകിൽ 20ന് ഈക്വൽ ആയത് 20 ഇവിടെ ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഇല്ല. അതുകൊണ്ട് 20 വരുന്നത് 23 എന്ന ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ 23ന് നേരെയുള്ള സൈസാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ ഈസ് ഈക്വൽ ടു 10. അതായത് 23 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 23ക്ക് നേരെയുള്ള നമ്മുടെ സൈസാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ ഈസ് ഈക്വൽ ടു 10 ആണ് കിട്ടുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രാമത്തെ ഐറ്റം ആണെന്ന് കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിഗർ, ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ ഒരു പറയാണ് 32 ആണ് കിട്ടുന്നത് വിചാരിക്കാം. 32 കിട്ടുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് 30 വരെയാണുള്ളത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പോലെ, പിന്നെ 35ൻ്റെ കാറ്റഗറിയിലാണ് ഈ 32 എന്നുള്ളത് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു കേസാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു സൈസ് ഓഫ് n/2th ഐറ്റം ആണ് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്ക് ഈ n/2th ഐറ്റം നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മീഡിയൻ ക്ലാസ്, നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകളായിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ n/2th ഐറ്റം എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത് നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോക്കാം. സൈസ് ഓഫ് n/2th ഐറ്റം, ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഇവിടെ മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L1 + n/2 - CF /
ഫ്രീക്വൻസി ഇൻറ്റു സി, എഫ് ഇൻറ്റു സി. ഇതാണ് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. L1 പ്ലസ് n/2 മൈനസ് സി എഫ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു സി, ഫ്രീക്വൻസി ഇൻറ്റു സി ക്ലാസ് ഇൻ്റർവെല്ലാണ്. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൽ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സൈസ് തന്നിട്ടുണ്ട്, ക്ലാസ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70. ഓക്കെ, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 8, 12, 20, 23, 18, 7, 2. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രീറ്റ് സീരീസിൽ ചെയ്തതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം 8 ആണ്. ദെൻ 8 പ്ലസ് 12 ചെയ്യുക, അപ്പോൾ 20, 20 പ്ലസ് 20 40, 40 പ്ലസ് 23 63, 63 പ്ലസ് 80 18, 81, then 81 plus 7 88, 88 plus 2 90. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമുക്ക് കിട്ടുക 90 ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് മീഡിയൻ ക്ലാസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സൈസ് ഓഫ് n/2th ഐറ്റം ആണ്. n എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അപ്പോൾ 90 ഡിവൈഡ് ബൈ 2th ഐറ്റം ആണ് വരിക, അതായത് 45th ഐറ്റം. ഓക്കെ, 45th ഐറ്റം നമുക്ക് കിട്ടും. ഇനി അപ്പോൾ ഈ 45th എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. 40ൽ എന്തായാലും 45 വരില്ല. നെക്സ്റ്റ് ഹയർ ആയിട്ട് വരുന്നത് 63 ആണ്. അപ്പോൾ 63ന് നേരെയുള്ളതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 30 to 40 ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ് വരിക. ഓക്കെ, മീഡിയൻ ക്ലാസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ L1 എന്ന് പറയുന്നത്, അതായത് മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആണ് നമ്മുടെ L1 എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് 30 to 40 ആണ്. അപ്പോൾ അതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, n/2 ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. n/2 എന്ന് പറയുന്നത് 90/2 ആണ് വരുന്നത്. ഓക്കെ, സി എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സി എഫ് എടുക്കേണ്ടത് നമുക്ക് കിട്ടിയ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അതായത് ഒന്നുകൂടി പറയാണ്, നമുക്ക് കിട്ടിയ മീഡിയൻ ക്ലാസ്, അതായത് നമ്മൾക്ക് കിട്ടിയ മീഡിയൻ ക്ലാസ് 30 to 40 ആണ്. അതിന് തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്, സി എഫ് ആയിട്ട് എടുക്കേണ്ടത്. അതിന് തൊട്ട് മുകളിൽ വരുന്ന ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അതായത് നമ്മുടെ 63 ആണ് നമുക്ക് കിട്ടിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അല്ലെങ്കിൽ ഈ ഒരു മീഡിയം ക്ലാസ് 30 to 40 ആണ്. ഇതിന് തൊട്ട് മുകളിലെ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് സി എഫ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 40 ആണ് വരിക. ദെൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് 23. ദെൻ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സൈഡിൽ എടുത്ത് എഴുതുക. അതിനുശേഷം നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. L1 എന്ന് പറയുന്നത് 30 ആണ്. 30 പ്ലസ് n/2 എന്ന് പറയുന്നത് 90/2 മൈനസ് സി എഫ് എന്ന് പറയുന്നത് 40 ആണ്. ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി 23 into 10. ഓക്കെ, നമ്മൾ ചെയ്ത 30 പ്ലസ് എത്രയാണ് 45 മൈനസ് 40 ഡിവൈഡഡ് ബൈ 23 into 10 കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ചെയ്താൽ 30 പ്ലസ് 5 ഡിവൈഡ് ബൈ 23 into 10 ഇസ് ഈക്വൽ ടു എത്ര വരും? 30 പ്ലസ് ആദ്യം ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അതിനുശേഷം ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ 2.173 കിട്ടും. ഇതിന് ആൻസർ നമുക്ക് കിട്ടുക 32.17. ഇതാണ് നമ്മുടെ മീഡിയൻ കിട്ടുക. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ മീഡിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നു. ദെൻ സൈസ് ഓഫ് n/2 ഐറ്റം കണ്ടുപിടിച്ച ശേഷം അതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. അത് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ യൂസ് ചെയ്യുക L1 പ്ലസ് n/2 മൈനസ് സി എഫ് ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു സി.
അപ്പം മീഡിയം കഴിഞ്ഞിട്ട് വരുന്നത് മോഡാണ്. മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ ഒരു സീരീസിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഐറ്റത്തിനെയാണ് മോഡ് എന്ന് പറയുക. അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഐറ്റത്തിനെയാണ് മോഡ് എന്ന് പറയുക. ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ഐറ്റമാണ് മോഡായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മോഡും ഇതേപോലെ ഇൻഡിവിജ്വൽ സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് എളുപ്പമാണ് മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഏതാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഐറ്റം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഡാറ്റേനെ ഒന്ന് ജസ്റ്റ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഡാറ്റേനെ ഒന്ന് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ, 23, 35, 28, 42, 62, 53, 35, 28, 42, 35, 23, 42, 35. ഇതാണ് നമ്മുടെ ഡാറ്റ. ഇത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, 23, 23, then 28, 28, രണ്ട് 28 ഉണ്ട്. Then 35, 35, 35, 35. Then 42, 42. ഒരു 42 കൂടിയുണ്ട്. ഓക്കെ, then 53, 63, സോറി 62. ഇത്രയാണ് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത്. ഇതിൽ നോക്കാം, ഏറ്റവും കൂടുതൽ 23 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 28 2 പ്രാവശ്യം, 35 4 പ്രാവശ്യം, 42 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ചാൽ 35 ആണ്. അപ്പോൾ നമ്മുടെ മോഡ് എന്ന് പറയുന്നത് 35 ആണ്. മോസ്റ്റ് ഫ്രീക്വൻസി ഐറ്റം എന്ന് പറയുന്നത് 35 ആണ്. അതാണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. ഇനി ഞാൻ വേറൊരു ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എഴുതുകയാണ്. 40, 25, 60, 35, 81, 75, 90, 10. ഈ ഒരു കേസിൽ നോക്കുക, ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഐറ്റം പോലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ സെയിം ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് മോഡ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ മോഡ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ, 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓക്കെ, അപ്പം നമുക്ക് തന്ന ഡാറ്റേനെ ആദ്യം ഒന്ന് അസെൻഡിങ് ഓർഡറിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അതായത് 10, 25, 35, 40, 60, 75, 81, 90. ഓക്കെ, എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് മീഡിയം കണ്ടുപിടിക്കണം, മീനും കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാൻ നമുക്ക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടലിനെയാണ് സിഗ്മ എക്സ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് സിഗ്മ എക്സ് കിട്ടുക 416 ആണ്. ഡിവൈഡഡ് ബൈ എത്ര ഐറ്റം ഉണ്ടെന്ന് നോക്കാം, 8 ഐറ്റം ആണുള്ളത്. അപ്പം നമുക്ക് മീൻ കിട്ടുക 52 ആണ് മീനിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ ആണ്. മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തതാണ്. മീഡിയൻ ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1/2th ഐറ്റം. ഓക്കെ, n+1/2th ഐറ്റം. n എന്ന് പറയുന്നത് സൈസ് ഓഫ് 8+1/2th ഐറ്റം ആണ്. അതായത് 9/2th ഐറ്റം. എത്രയാണ്? 4.5 കിട്ടും. ഓക്കെ, 4.5 നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞാണ്. 4.5 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 4th ഐറ്റം +5th ഐറ്റം ഡിവൈഡഡ് ബൈ 2. ഓക്കെ,
ഇതാണ് ഫോർത്ത് ഐറ്റം എന്ന് പറയുന്നത് 40 ആണ്. 40 + 60 / 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മീഡിയം കിട്ടുക 50 ആണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. 3 മീഡിയൻ എന്ന് പറയുമ്പോൾ 3 × 50 മൈനസ് 2 മീൻ എന്ന് പറയുന്നത് 52 ആണ്. 2 × 52. ഓക്കെ, 3 × 50 150 മൈനസ് 2 × 52 എന്ന് പറയുന്നത് 104 ആണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക 46. ഈ ഒരു കേസിൽ ഇങ്ങനെയാണ് നമ്മൾ മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. അപ്പോൾ ഇനി നമുക്ക് മോഡ് ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും എങ്ങനെയാണെന്ന് നോക്കാം. മോഡ് ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ചെയ്യുന്ന സമയത്ത് 2 മെത്തേഡ്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതിലൊന്ന് ഇൻസ്പെക്ഷൻ മെത്തേഡാണ്, രണ്ടാമത്തേത് ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് മെത്തേഡ്. ഇതിൽ ഞാനിവിടെ നോക്കാൻ പോകുന്നത് ഇൻസ്പെക്ഷൻ മെത്തേഡാണ്. ഇൻസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതായത് കണ്ടിന്യൂസ് സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും നമുക്ക് ഫ്രീക്വൻസി കോളം തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഫ്രീക്വൻസി കോളത്തിൽ ഏതിലാണ് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി അതിന് നേരെയുള്ളതാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് സീരീസ് എന്ന് ഏതാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത് അതിന് നേരെയുള്ളതായിരിക്കും മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ സൈസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഈ ഒരു കേസിൽ നമ്മൾ ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഈ ഒരു കേസിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, 40ക്ക് നേരെയുള്ള സൈസിൽ ഉള്ള വാല്യൂ ആണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ മോഡ് എന്ന് പറയുന്നത് 12 ആണ്. ഈ ഒരു കേസിൽ മോഡ് എന്ന് പറയുന്നത് 12 ആണ്. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ ഇൻസ്പെക്ഷൻ മെത്തേഡ് പ്രകാരം നമ്മൾ മോഡ് കണ്ടുപിടിക്കുക. ഇനി കണ്ടിന്യൂസ് സീരീസ് ആകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇൻസ്പെക്ഷൻ മെത്തേഡ് പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് മോഡൽ ക്ലാസ് ആയിരിക്കും. ഓക്കെ, മോഡൽ ക്ലാസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം, അതിലൂടെ തന്നെ നമുക്ക് ഇക്വേഷനും വേണമെങ്കിൽ നോക്കാം. ഓക്കെ, സൈസ് എന്ന് പറയുന്നത് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3, 5, 7, 10, 12, 15, 12, 6 ഇതാണ് നമുക്ക് സൈസും ഫ്രീക്വൻസിയും തന്നിട്ടുള്ളത്. ഈ ഒരു കേസിൽ നമ്മൾ നോക്കുക ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതിനാണെന്ന് നോക്കാം. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 15 നേരെയുള്ളതാണ് നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മോഡൽ ക്ലാസ്. അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസി ഇൻസ്പെക്ഷൻ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതാണ് നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് L1 + F1 - F0 ഡിവൈഡഡ് ബൈ 2F1 - F0 - F2 × C. ഇതാണ് മോഡ് കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ L1 എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ ക്ലാസ്സിൻ്റെ പറയുന്നത് 50 to 60 ആണ്. ഇതിൻ്റെ ലോവർ ലിമിറ്റ് ആണ് L1 എന്ന് പറയുന്നത്. അപ്പോൾ L1 എന്ന് പറയുന്നത് 50 ആണ്. 50 to 60 ആണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ F1 എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം കിട്ടിയ നമ്മൾ നോക്കിയ ഫ്രീക്വൻസി, അതായത് മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ആണ് F1 എന്ന് പറയുന്നത്. അപ്പോൾ F1 എന്ന് പറയുന്നത് 15, നമ്മുടെ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ആണ് F1 എന്ന് പറയുന്നത്. അപ്പോൾ F1 15 ആണ്. ഇനി F0 എന്ന് പറയുന്നത് മോഡൽ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് F0 എന്ന് പറയുന്നത്. മോഡൽ ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് F0 എന്ന് പറയുന്നത് 12 ആണ്. പിന്നെ F2 എന്ന് പറയുന്നത് മോഡൽ ക്ലാസ്സിൻ്റെ തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ്. മോഡൽ ക്ലാസ്സിൻ്റെ തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് F2 എന്ന് പറയുന്നത്. അതും 12 ആണ് ഈ ഒരു കേസിൽ വരുന്നത്. ദെൻ സി എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി.
അപ്പോൾ L1 എന്ന് പറയുന്നത് 50 ആണ്. 50 പ്ലസ് F1 എന്ന് പറയുന്നത് 15 മൈനസ് F0 12 ആണ്. ഡിവൈഡ് ബൈ 2 ഇൻറ്റു 15 മൈനസ് F0 12 ആണ്. മൈനസ് 12 ഇൻറ്റു 10. ഓക്കെ, ചെയ്യാം. 50 പ്ലസ് 15 മൈനസ് 12 എന്ന് പറയുന്നത് 3 ആണ്. 3 ബൈ 2 ഇൻറ്റു 15 30 മൈനസ് 12 ഇൻറ്റു 10. അപ്പം നമുക്ക് കിട്ടുക 50 പ്ലസ് 30 മൈനസ് 24 ആണ് വരിക. അപ്പോൾ 3 ബൈ 6 വരും. 30 മൈനസ് 24 ഇൻറ്റു 10, അതായത് 50 പ്ലസ് 3 ബൈ 6 ഇൻറ്റു 10. ഇതാദ്യം ചെയ്യുക. 3 ബൈ 6 ഇൻറ്റു 10 ചെയ്ത് നോക്കാം. 50 പ്ലസ് 5 ഇസ് ഈക്വൽ ടു 55. അപ്പം ഇതാണ് നമ്മുടെ മോഡ്. കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ മോഡ് ഇങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇത് ഇൻസ്പെക്ഷൻ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ഇൻസ്പെക്ഷൻ മെത്തേഡ് പ്രകാരം ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതാണ് കണ്ടിന്യൂസ് സീരീസിൽ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. മോഡൽ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുക. മോഡ് ഈസ് ഈക്വൽ ടു L1 പ്ലസ് F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു സി. ഇവിടെ F1 എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി ആണ്. ദെൻ F0 എന്ന് പറയുന്നത് മോഡൽ ക്ലാസിൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസിൻ്റെ ഫ്രീക്വൻസി. F2 എന്ന് പറയുന്നത് മോഡൽ ക്ലാസിൻ്റെ തൊട്ട് താഴെയുള്ള ക്ലാസിൻ്റെ ഫ്രീക്വൻസി. സി എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവൽ ആണ്. ഈ ഒരു രീതിയിലാണ് മോഡ് കണ്ടിന്യൂസ് സീരീസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് ആവറേജ് എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ആണ്. അപ്പോൾ ജോമെട്രിക് മീൻ കാണുന്നതിന് മുമ്പ് നമുക്ക് ലോഗരിതം ടേബിൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിലെ ലോഗരിതവും ആൻറ്റി ലോഗരിതവും നോക്കാൻ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ജോമെട്രിക് മീൻ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അപ്പോൾ നോക്കുക. ജോമെട്രിക് മീൻ കാണുന്നതിൽ ഇൻഡിവിജ്വൽ സീരീസിൽ വരുന്നത് ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ദെൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിൽ വരിക ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇതെങ്ങനെയാണ് ഈ സീരീസിൽ ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു എക്സാമ്പിളോടെ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് എപ്പോഴും എക്സ് വാല്യൂ തന്നിട്ടുണ്ടാവും. എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ തന്നത് 85 ആണ്. ദെൻ 70, 15, 75, 500, 8, 45, 250, 40, 36. ഇത്രയാണ് എക്സ് വാല്യൂ തന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞു ഇക്വേഷൻ ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പം നമുക്ക് എക്സ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലോഗ് എക്സ്. ലോഗരിതം ടേബിളാണ് നോക്കേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിലെ ഫസ്റ്റ് ടേബിളാണ് ലോഗരിതം ടേബിൾ എന്നാൽ ലോഗരിതം ടേബിളാണ് നോക്കേണ്ടത്. അപ്പോൾ ലോഗ് എക്സ് കണ്ടുപിടിക്കാം. ലോഗ് എക്സ് ലോഗരിതം ആൻറ്റി ലോഗരിതം കാണാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോഗ് എക്സ് കാണുന്ന സമയത്ത് 85ൻ്റെ ലോഗ് കിട്ടുക 1.9294. 70ൻ്റെത് 1.8451. 50ൻ്റെത് 1.1761. 75ൻ്റെത് 1.8751. 500ൻ്റെത് 2.6990. 8ൻ്റെത് 0.9031. 45ൻ്റെത് 1.6532. 250ൻ്റെത് 2.3975. 40ൻ്റെത് 1.6021. 36ൻ്റെത് 1.5563. ഓക്കെ, ഇത് ചെയ്യേണ്ടത് ലോഗ് എക്സിൻ്റെ ടോട്ടൽ കാണാം. അതാണ് സിഗ്മ ലോഗ് എക്സ് എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17.6373 ആണ്. ഓക്കെ, ഈ ഒരു കേസിലെന്ന് വെച്ചാൽ ലോഗരിതം കാണാൻ അറിയുന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ ലോഗരിതം ആൻറ്റി ലോഗരിതം എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ ലോഗരിതത്തിൻ്റെ അല്ലെങ്കിൽ ലോഗ് എക്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ്. ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ്, ആൻറ്റി ലോഗ് ലാസ്റ്റ് ആണ് കാണേണ്ടത്, ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ ലോഗ് എക്സ് എന്ന് പറയുന്നത്, അപ്പോൾ ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് എന്ന് പറയുന്നത് 17.6373 ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഇവിടെ ഉള്ളത് 10 items ആണ്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ബൈ 10. അപ്പോൾ കിട്ടുക ആൻറ്റി ലോഗ് ഓഫ്
1.7637. ഇതിൻ്റെ ആൻറ്റി ലോഗ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 58.03 ആണ്. ഓക്കെ, ഇങ്ങനെയാണിത് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും എങ്ങനെയാണ് ലോഗരിതം ജോമെട്രിക് മീൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ, അതായത് ജോമെട്രിക് മീൻ ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ എഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടാവുക എപ്പോഴും സാധാരണ ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും തരുന്നത് പോലെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. അപ്പോൾ സൈസ് തന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. ഓക്കെ, സൈസ് എന്ന് പറഞ്ഞാൽ 5, 8, 10, 12, 15 ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3, 7, 12, 5, 3. ആദ്യം നമുക്ക് തന്ന സൈസാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലോഗ് എക്സ് കണ്ടുപിടിക്കുക. ലോഗ് എക്സ് ആദ്യം തന്നെ കാണുക. ഓക്കെ, ലോഗ് എക്സ് കണ്ടുപിടിക്കുക. 5, 8, 10, 12, 15 ലോഗ് എക്സ് ആണ്. അപ്പോൾ 5 0.6990, 8 0.9031, 10 1.0000, 12 1.0792, 15 1.1761. ഓക്കെ, നമുക്ക് ലോഗ് എക്സ് കിട്ടി, ലോഗരിതം എക്സ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഇൻറ്റു ലോഗ് എക്സ്. നമ്മൾ ഈ കണ്ടുപിടിച്ചതിൻ്റെ എഫ് ഇൻറ്റു ലോഗ് എക്സ്. അപ്പോൾ എഫ് ഇൻറ്റു ലോഗ് എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. 3 ഇൻറ്റു 0.6990, 2.097, 7 ഇൻറ്റു 0.9031, 6.3217, 12 ഇൻറ്റു 1.00, 12, 5 ഇൻറ്റു 1.0792, 5.396, 3 ഇൻറ്റു 1.1761, 3.5283. എന്താ വെച്ചാൽ ഇതിൻ്റെ ടോട്ടലാണ് നമ്മൾ അതിലെടുക്കേണ്ടത്. അതായത് സിഗ്മ എഫ് ലോഗ് എക്സ് ആണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ കിട്ടുന്നത് 29.343 ആണ്. ഓക്കെ, നമ്മൾ പിന്നെ ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ ഫ്രീക്വൻസി ടോട്ടലാണ് n ആയിട്ട് എടുക്കുക. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമുക്ക് 30 കിട്ടും. ഇനി നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ ജോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് എന്താണ് വരുന്നത്, സിഗ്മ എഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n ആണ്. അപ്പം ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ എഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് 29.343 ആണ്. ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് ആൻറ്റി ലോഗ് ഓഫ് 0.9781 ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ആൻറ്റി ലോഗ് കണ്ടാൽ നമുക്ക് 9.508. ഈ ഒരു രീതിക്കാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ജോമെട്രിക് മീൻ കാണും. ഇതേ രീതിക്ക് തന്നെയാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലും കാണേണ്ടത്. പക്ഷെ അവിടെ വെച്ചാൽ നമുക്ക് എക്സ് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവില്ല, നമുക്ക് ക്ലാസ്സുകളായിട്ടായിരിക്കും സൈസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എക്സ് വാല്യൂ, അതായത് മിഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളായിട്ട് തന്നാൽ ആദ്യം ചെയ്യേണ്ടത് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ചെയ്ത ശേഷം നമുക്ക് എക്സ് വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ലോഗ് എക്സ് കാണാം. പിന്നെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. ലോഗ് എക്സിനെ ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. അത് സെയിം തന്നെയാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് സീരീസും തമ്മിൽ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടിന്യൂസിൽ ക്ലാസ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അതിൻ്റെ മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസിൽ ആ ഒരു എക്സ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ ആ എക്സ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എന്നെയുള്ള ആവറേജ് എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ ആണ്. ഹാർമോണിക് മീൻ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസിൽ വരുമ്പോൾ n ബൈ സിഗ്മ 1/x വരും. ദെൻ കണ്ടിന്യൂസ് സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും വരുന്ന സമയത്ത് n ബൈ സിഗ്മ f/x വരും. ഇത് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ എക്സ് വാല്യൂ തന്നിട്ടുണ്ടാകും. എക്സ് എന്ന് പറയുന്നത് ഇവിടെ 5, 10, 15, 20, 25, 30, 45. നമ്മൾ ചെയ്യേണ്ടത് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ n എന്ന് പറയുന്നത് എത്രയാണ് നമ്മുടെ ഒബ്സർവേഷൻ, എത്ര നമ്പേഴ്സാണ് ഉള്ളത് എന്നാണ് n പറയുന്നത്.
പിന്നെ നമുക്ക് വേണ്ടത് 1/x ആണ്. നമുക്ക് എക്സ് കിട്ടി. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 1/x ചെയ്യുക. എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 1/x ചെയ്യുക. അപ്പോൾ ഇവിടെ വരിക 1/5, 1/10, 1/15, 1/20, 1/25, 1/30, 1/45. അപ്പം നമുക്ക് കിട്ടുക, ചെയ്ത് നോക്കിയാൽ കിട്ടുക 0.2, 0.1, 15ത് വരിക 0.067, 0.05, 0.04, 0.033, 0.022. ഓക്കെ, ഇത്രയാണ് വരിക. എന്ത് വെച്ചാൽ ഈ 1/xന്റെ കോളം നമ്മളൊന്ന് ജസ്റ്റ് ടോട്ടൽ ചെയ്യാണ്. അതാണ് സിഗ്മ 1/x എന്ന് പറഞ്ഞത്. 1/xന്റെ കോളം ടോട്ടൽ ചെയ്യുന്നതിനെയാണ് സിഗ്മ 1/x എന്ന് പറയാം. ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 0.512 ആണ്. ഇനി നമുക്ക് ഇക്വേഷന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n ബൈ സിഗ്മ 1/x ആണ് പറയുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് എത്ര ഐറ്റം ഉണ്ടെന്ന് നോക്കാം. 7 ഐറ്റം ആണെങ്കിൽ 7/0.512 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 13.67. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഒരു നമുക്ക് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും അതേപോലെ ഡിസ്ക്രീറ്റ് സീരീസിലും ഇതേപോലെ തന്നെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് സൈസ് അഥവാ എക്സ് തന്നിട്ടുണ്ട്. 6, 10, 14, 18. ദെൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 20, 40, 30, 10. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് f/x ആണ്, അല്ലെങ്കിൽ f × 1/x ചെയ്യണം. ഇവിടെ നമുക്ക് f/x ചെയ്തു നോക്കാം. അതായത് ഇക്വേഷൻ എന്ന് പറയുന്നത് n ബൈ സിഗ്മ f/x ആണ്. അപ്പോൾ f/x ആദ്യം ചെയ്യാം. f/x എന്നത് 20/6, 40/10 അങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുക ഫസ്റ്റത്തത് 3.33, 40/10 എന്ന് പറയുമ്പോൾ 4 വരും, 30/14 എന്ന് പറയുമ്പോൾ 2.14, 10/18 എന്ന് വരുമ്പോൾ 0.55 വരും. ഇതെന്താ വെച്ചാൽ ഇത് ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10.02. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ എപ്പോഴും n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടലും കൂടി ഒന്ന് കണ്ടുപിടിക്കുക. കിട്ടുക 100 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. n എന്ന് പറയുന്നത് ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n ബൈ സിഗ്മ f/x ആണ്. n എന്ന് പറയുന്നത് 100 ആണ്, ഫ്രീക്വൻസി ടോട്ടലാണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ എടുക്കുക. ദെൻ സിഗ്മ f/x എന്ന് പറയുന്നത് ഇതാണ്. f/xന്റെ ടോട്ടലാണ് സിഗ്മ f/x എന്ന് പറയുന്നത്. 10.02 കിട്ടും. ആൻസർ കിട്ടുക 9.98 കിട്ടും. ഇതാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് ഹാർമോണിക് മീൻ കിട്ടുക. നമുക്കിനിയൊരു കണ്ടിന്യൂസ് സീരീസിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടിന്യൂസ് സീരീസിൽ എപ്പോഴും ക്ലാസ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാകുക. ക്ലാസ് 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഓക്കെ, ദെൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും 4, 6, 10, 7, 3. ഇനി നമ്മളെപ്പോഴും പറഞ്ഞു കണ്ടിന്യൂസ് സീരീസ് നമുക്ക് തന്നാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2, അതായത് മിഡ് വാല്യൂ ആദ്യം തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ മിഡ് വാല്യൂ 15, 25, 35, 45, 55. ഇതാണ് എക്സ് വാല്യൂ നമുക്ക് കിട്ടുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡിസ്ക്രീറ്റ് സീരീസ് ചെയ്ത പോലെ f/x ചെയ്യുക. f/x കണ്ടുപിടിക്കുക. f/x ചെയ്യുന്ന സമയത്ത് 0.26, 0.24, 0.28, 0.15, 0.05 ഇത്ര കിട്ടും. f/x ടോട്ടൽ ചെയ്യുക, എഫും ടോട്ടൽ ചെയ്യുക. f/x ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 0.984 ആണ്. ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 30 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷനിൽ ഇത് തന്നെയാണ് ഇക്വേഷൻ. ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ഒരേ ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n എന്ന് പറയുന്നത് 30/0.984 ഈസ് ഈക്വൽ ടു 30.48 കിട്ടും. എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ഹാർമോണിക് മീൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ എക്സാമിന് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.